ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ അല്ലേ? അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? അപ്പോൾ ധനൂട്ട 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ബാഗാണ് ഞാനിപ്പോൾ പാക്ക് ചെയ്ത് കാണിക്കുന്നത്. ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെയും ആവശ്യങ്ങൾ വേറെയായിരിക്കും. അവർ കൊണ്ടുപോകേണ്ട സാധനങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പൗച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. സാധാരണ ഞാൻ ക്രയോൺസും കളേഴ്സും ഒക്കെയാണ് ഈ പൗച്ചിൽ കൊടുത്തു വിടാറുള്ളത്. ബാക്കി പെൻസിലും ഇറേസറും സ്കെയിലും ഒക്കെ ബോക്സിലും കൊടുത്തു വിടും. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഈ കളേഴ്സൊക്കെ അങ്ങനെ തന്നെ ബാഗിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ പൗച്ചിലാണ് ഞാൻ ബാക്കി സാധനങ്ങൾ കൊടുത്തു വിടുന്നത്. 2 പെൻസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇറേസർ, കട്ടർ, അതേപോലെ സ്കെയിലും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് അവൻ്റെ ബോക്സ്. ഇന്നെന്തായാലും ഞാൻ ബോക്സ് കൊടുത്തു വിടുന്നില്ല, കാരണം അതിലൊന്നും വെക്കാനില്ലല്ലോ, വെറുതെ കൊണ്ടുപോയിട്ട് എന്തിനാ. അപ്പോൾ പൗച്ചിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പെൻസിൽസ്, കട്ടർ, ഇറേസർ, അതേപോലെ സ്കെയിൽ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്കെയിൽ കൊണ്ടുപോകാം. പിന്നെ ഒരു LKG UKGയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്ലേറ്റ് ഉണ്ടാവും, സ്ലേറ്റ് പെൻസിൽസ് ഉണ്ടാവും, കോട്ടൺ തുണി, സ്ലേറ്റ് മയക്കാനുള്ള തുണി, അതുകൂടെ വെച്ച് കൊടുക്കാൻ ഓർമ്മിക്കണേ. അടുത്തത് ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിലൊക്കെയാണ്. അപ്പോൾ ധനൂട്ടൻ്റെ സ്നാക്ക് ബോക്സാണ് കേട്ടോ ഇത്. അവർക്ക് ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഇടനേരത്ത് കഴിക്കാനായിട്ട് ചെറിയൊരു സ്നാക്ക് കൊടുത്തു വിടും. അതിനുള്ള ചെറിയൊരു ബോക്സാണിത്. അപ്പോൾ ഇതിൽ ഞാൻ സാധാരണയായിട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തു വിടാറുള്ളത്. ഇതിലെപ്പോഴും ഇതുപോലെ ചെറിയൊരു പാത്രം കൂടി ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലാണ് കൊടുത്തു വിടാറ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂണും വെക്കാറുണ്ട്. ചിലപ്പോൾ ഫോർക്കായിരിക്കും, അല്ലെങ്കിൽ സ്പൂണായിരിക്കും. പിന്നെ ഇതവന് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ കൂടി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വലിയൊരു ടവൽ വെച്ച് കൊടുക്കാം. കാരണം അവർക്ക് ഡെസ്കിൻ്റെ മുകളിൽ വിരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ ഇതാണ് അവൻ്റെ വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഐറ്റംസ് കുടയും അതേപോലെ ക്യാപ്പുമാണ്. ഇപ്പോൾ പാത്രമൊക്കെ കഴുകാൻ പോകുന്ന സമയത്തൊക്കെ, കൈ കഴുകാനും ബാത്റൂമിൽ പോകുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്യാപ്പ് ഇട്ടുകൊണ്ട് കുട്ടികൾക്ക് പോകാൻ പറ്റും. അതേപോലെ കയ്യിലൊരു കുടയും കരുതി വെക്കുക. ഇത് 2 ഫോൾഡ് കുടയാണ് വാങ്ങിയത്, ജോൺസിൻ്റെ. ഇത് നമുക്ക് ബാഗിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അതേപോലെ നല്ല വലുപ്പവും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കുട്ടികൾക്ക് വെച്ച് കൊടുക്കാം. പിന്നെ കുട വെക്കുമ്പോൾ എപ്പോഴും കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൂടി വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് ബാഗിലൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ബുക്സൊക്കെ നനയാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കുറച്ച് എസെൻഷ്യൽ ഐറ്റംസ് എല്ലാ കുട്ടികളുടെ ബാഗിലും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ്. അതിലൊന്നാണ് നമ്മുടെ കർച്ചീഫ്. കോട്ടൻ്റെ കർച്ചീഫ് എടുക്കുന്നതാണ് നല്ലത്. അത് കുട്ടികൾക്ക് ഇടയ്ക്ക് മുഖം തുടയ്ക്കാനും ബാത്റൂമിലൊക്കെ പോയി വന്നാൽ കൈയൊക്കെ ഒന്ന് തുടയ്ക്കാനും ഒക്കെ യൂസ് ആവും. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ അലർജിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലും സ്കൂളിൽ അടിച്ചു വാരാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് മാസ്ക് വെച്ച് അത് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു പേപ്പർ സോപ്പാണ്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് കൈ കഴുകണം എന്നുണ്ടെങ്കിലൊക്കെ ഇത് നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പേപ്പർ സോപ്പ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു കവർ വെച്ച് കൊടുക്കാം. കാരണം അവർക്ക് ഇതിപ്പോൾ പ്ലാസ്റ്റിക് കവറാണെങ്കിലാണ് കൂടുതൽ യൂസ്ഫുള്ളായിരിക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഇതുപോലത്തെ ഒരു കവർ ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് വെച്ച് കൊടുക്കുന്നത്. അവർക്ക് നനഞ്ഞ എന്തെങ്കിലും ഐറ്റംസ്, റെയിൻ കോട്ടോ കുടയോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സോ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കവർ, എക്സ്ട്രാ കവർ യൂസ്ഫുള്ളായിരിക്കും.
പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു ടെക്സ്റ്റും ഒരു റഫ് ബുക്കുമാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അങ്ങനെ പഠിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ഒരു മാത്സിൻ്റെ ടെക്സ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നോട്ട്ബുക്കും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ടീച്ചർ കൊടുക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് അതുകൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബാഗിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടികളുടെ ലൈഫിലും ഒരു ഹാബിറ്റായിട്ട് മാറും. അതുകൊണ്ട് തന്നെ പിന്നീട് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ എല്ലാ മക്കളും നല്ല കുട്ടികളായിട്ട് സ്കൂളിൽ പോവുക. നല്ലൊരു അധ്യയന വർഷം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.